രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട് എൻ്റെ ജോലികൾ തുടങ്ങാൻ പോവുകയാണ്. ഇത് കണവ മീൻ തലേ ദിവസമേ അരപ്പൊക്കെ പുരട്ടി പൊരിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്. ഇത് ദോശമാവ്. പിന്നെ ഞാൻ എന്താ ചൂര മീൻ കറി വയ്ക്കാൻ വേണ്ടി തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവയും എല്ലാം ചേർത്ത് അരച്ചിട്ടുണ്ട്. പുളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അല്പം പുളി കൂടുതൽ കിട്ടാൻ വേണ്ടി തക്കാളിക്ക് ചേർത്തു. പിന്നെ കറിവേപ്പില എപ്പോഴും ഞാൻ കവറിലാണ് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അത് ചീത്തയാവാതിരിക്കും. അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ മീനിൻ്റെ തലയും കഷ്ണവും പരുവും എല്ലാം കൂടി ചേർത്താണ് കറിക്ക് വേണ്ടി ഞാൻ എടുത്തത്. പിന്നെ ഒരു കുട്ടി സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും ചെറിയ ഉള്ളിയില്ല. അതുകൊണ്ട് സവാള ഇട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയത്. അതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കുന്ന പരിപ്പും ചേർത്ത് വേവിച്ചിട്ട് ഇത് കണവ മീൻ പൊരിക്കുകയാണ്. ഇതിലോട്ട് തലക്കറി, തലയെന്ന് പറയാൻ പറ്റില്ല, എല്ലാം കൂടി ചേർത്തിട്ടുള്ള കറി, മീൻ കറി. പിന്നെ അതെല്ലാം കഴിഞ്ഞ ഉടനെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ അവിടെ അത്രയും കാണുന്നുള്ള ഒന്നുമില്ലേ. അതുകൊണ്ട് ക്ലീൻ ചെയ്യണം. കയ്യോടെ തന്നെ അത് ഒതുക്കുന്നുണ്ട്. ഒതുക്കിയതിന് ശേഷമാണ് വീണ്ടും അടുത്ത ജോലിയിട്ട് തുടങ്ങാൻ പോകുന്നത്. പച്ചടി തലേ ദിവസമേ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് തൈര് മിക്സ് ചെയ്ത് ഇനി കടുക് താളിച്ചാൽ മതി. പിന്നെ ദോശമാവിൽ ദോശ ചുടാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും കണക്കാക്കി എണ്ണിയാണ് ദോശ ചുടുന്നത്. അപ്പോൾ അങ്ങനെ ദോശയും ആയിട്ടുണ്ട്. പിന്നെ ചോറ് പോരുന്നുണ്ട്. നല്ല റോസരി ചോറും കണവ മീൻ പൊരിച്ചതും ഇത് പച്ചടിയും. അപ്പോൾ 2 പേർക്ക് വേണമല്ലോ. അപ്പോൾ അത് കണക്കാക്കി ഇതൊക്കെ ഓരോന്നുണ്ട്. ഇത് തലേ ദിവസത്തെ മുളക് കറിയാണ്. അതായി ചൂര മീൻ കറിയായി. ഓക്കെ, ടാറ്റാ.